വീണ്ടും വയനാട്ടിലേക്ക് തന്നെ പോകാൻ തത്സമയം അവിടെ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നു. അതിലേക്ക് ഈ കോൺക്രീറ്റ് പാളികൾക്ക് ഏകദേശം 40 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള കോൺക്രീറ്റ് പാളികൾ ഇതിനകത്തൂടെ റേസ് പോയിട്ട് 400 മെഗാഹെർട്സ് റേസ് പോയിട്ട് ഇത് ഡിറ്റക്ട് ചെയ്യും. സൗണ്ട് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഇതാണ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് സിഗ്നൽ തരും. നമുക്ക് അതിൻ്റെ നമ്മൾ 100 മീറ്റർ റേഡിയസിൽ നമ്മൾ ലാപ്ടോപ്പിൽ ഇരിക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് അത് ഗ്രാഫിക് റെപ്രസെൻറ്റേഷനിൽ അറിയാൻ പറ്റും. ഇവിടെ ലഭിച്ച സിഗ്നൽ എന്താണ് ശരിക്കും? ഇവിടെ ഇപ്പോൾ അത് ആക്ച്വലി ഒരു ബ്രീത്തിങ് സിഗ്നലാണ് കിട്ടുന്നത്. ബ്ലൂ രണ്ടായിട്ട് അറിയുന്നത്. മൂവ്മെൻ്റ് ആണെങ്കിൽ റെഡിൽ നമുക്ക് ഗ്രാഫ് അറിയാം, ബ്രീത്തിങ്ങിനാണെങ്കിൽ ബ്ലൂ. ഇവിടെ ബ്ലൂവിലാണ് നമുക്കിതിപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് അതുണ്ട്. അത് ഇതിപ്പോൾ എത്ര ഡെപ്തിലേക്ക് പോയിട്ടുണ്ടാവും അത് അറിയാം? ഇത് ഇപ്പം നമുക്ക് ഇപ്പം ഇത് എക്സാക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നില്ല, എന്നാലും ഒരു 2-3 മീറ്ററിൻ്റെ അത്രേ കാണിക്കുന്നുള്ളൂ, വളരെ അടുത്ത്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് കുറച്ച് മണ്ണ് മാറ്റി വീണ്ടും ഒന്നുകൂടി അത് ഓഫീസേഴ്സാണ് അത് തീരുമാനിക്കുന്നത്. നമ്മളിപ്പോൾ ഒന്നുകൂടെ അല്ല ആ ഒരു ആ കിച്ചൺ ഉണ്ടെന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് അടുക്കള നമുക്കറിയില്ലായിരുന്നു. നമ്മളവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പരിസരത്തുള്ളവരെന്ന് പറഞ്ഞത് അത് അവിടെ ഒരു കിച്ചൺ ആണെന്നും അതൊരു സ്റ്റോർ ആണെന്നും പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് അവരവിടെ നോക്കുന്നത്. ഇതിലൊരു ഓപ്പറേഷൻസ് മൊത്തം അതിൻ്റെ ഓഫീസേഴ്സാണ്. ഞങ്ങളിത് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കാണിക്കുന്ന ഏകദേശം ഒരു 50 മീറ്റർ റേഡിയസിന് ചുറ്റളവിന് അത് കാണിക്കുന്നത്. ഇതുപോലത്തെ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് ആളുകളെയൊക്കെ തെരച്ചിൽ നടത്തിയിട്ട് ഇത് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നതാണിത്. ഇപ്പം ഇതിപ്പോൾ റഷ്യൻ നിർമ്മിതമാണ്. അപ്പോൾ ഇത് ബേസിക്കലി ഇത് മാത്രമല്ല, ഇപ്പോൾ നമ്മളൊരു ഒരു 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 റൂമിനകത്ത് ഒരു ടെററിസ്റ്റ് ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ ഇത് വാളിൽ കൊണ്ടുവന്ന് ഈ റഡാർ വെച്ചാൽ മതി. ആ കോൺക്രീറ്റ് പാളിക്കകത്തൂടെ ഈ ടെററിസ്റ്റ് എവിടെ ഇരിക്കുന്നത്, അയാളുടെ പൊസിഷൻ എന്തുവാണ്, അങ്ങനെ നോക്കിയിട്ട് അയാൾ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ കോൺക്രീറ്റ് വാൾ പെനിട്രേറ്റ് ചെയ്ത് ഹ്യൂമനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇതുപോലുള്ള കാറ്റാസ്ട്രോഫിക്കിൽ വരുമ്പോഴത്തേക്ക് ഈ ഡെബ്രിസിന് അടിയിൽ നിന്ന് മനുഷ്യരെ ജീവൻ എടുക്കുക എന്നുള്ളതാണ്. എത്രയും അതായത് ഇപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇത് മൊത്തം ഇപ്പോൾ JCB വെച്ച് കുഴിച്ച് എടുത്ത് മാറ്റേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് പിൻ പോയിൻ്റ് ആയിട്ട് ഏരിയ കിട്ടും. അവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്പേസിൽ പോയി അവിടെ നോക്കും. അപ്പോഴത്തേക്ക് ഇത് ആ ഒരു പോയിന്റ് മാത്രം JCB റിമൂവ് ചെയ്ത് നമുക്ക് ആ ബോഡി എടുക്കാൻ പറ്റും. ഈ യൂനിസ് എന്ന് പറഞ്ഞ ആളുടെ വീടാണ്. അയാളുടെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. അതൊക്കെ പരിസരം നമ്മൾ ഇവിടുന്ന് വന്നതല്ല. ഇത് ആക്ച്വലി ഗോദ്രേജ് ബോംബെ ആളുകൾ പറയുന്നത് അങ്ങനെ ജീവന്റെ തുടിപ്പിനൊരു സാധ്യതയും അല്ല, ജീവൻ ഉണ്ടാകുന്ന സാധ്യതയില്ല എന്നുള്ള ആളുകൾ പറയുന്നത്. മനുഷ്യരുണ്ടാകില്ല എന്നുള്ള പറയുന്നത്. ഇപ്പോൾ ഈ ഒരു എൻവയോൺമെന്റ് കണ്ടിട്ടായിരിക്കും പറയുന്നത്. നമുക്കറിയില്ല. നമ്മൾ ഇതിനകത്ത് സെൻസ് ചെയ്തതാണ്. വീണ്ടും പരിശോധന. അതെ വീണ്ടും ഇല്ല, ഇപ്പം ഞങ്ങൾ വീണ്ടും അതിൻ്റെ സെൻസ് ചെക്ക് ചെയ്യാൻ പോകാം. താങ്ക് യു. ഇല്ല ഗിരീഷ് ശിവ. ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടില്ല. വീണ്ടും എന്തായാലും പരിശോധന നടത്തുമ്പോൾ തീർച്ചയായും വളരെ നിർണായകമായ വിവരങ്ങളാണ് റഷ്യൻ നിർമ്മിതമായ ശാസ്ത്ര ഉപകരണം കണ്ടെത്തിയിരിക്കുന്നത്. അത് ശ്വസനം തന്നെയാണ്, ശ്വാസം. അത് ബ്ലൂ നിറമാണ് അത് നൽകിയിരിക്കുന്നത്. സുജിട്ടി ബാബു, എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? ശിവ, തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ മിഷന്റെ പ്രവർത്തനം, ഈ ദൗത്യം അവസാനിപ്പിച്ചോ എന്ന ആശങ്ക ദൗത്യം അല്ലെങ്കിൽ രക്ഷാസേന അവിടുന്ന് പിൻവാങ്ങിയിരുന്നു. ആ ഒരു ഘട്ടത്തിൽ അത്തരം ഒരു സംശയം നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹം ഇതിന്റെ ശാസ്ത്രീയ വശങ്ങളും ഇത് അവസാനിപ്പിച്ചിട്ടില്ല എന്ന സുപ്രധാന വിവരം കൈമാറുന്നത്. ഇത് സുരക്ഷാ സേനയും ഉപയോഗിക്കുന്ന ഒരു ഉപകരണം കൂടിയാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ കോൺക്രീറ്റ് കെട്ടിട പാളിയുടെ അപ്പുറത്ത് ഏതെങ്കിലും തരത്തിലൊരു സുരക്ഷാ സേന പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒളിച്ചിരുന്നാൽ, ഭീകരവാദി ഒളിച്ചിരുന്നാൽ ഇത്തരം ഒരു റഡാർ പരിശോധനയോടെ കണ്ടെത്താൻ സാധിക്കും. അതുപോലെ ഇത്തരം ദുരിതമുഖങ്ങളിലും ഈ റഡാർ പരിശോധന നടത്തുന്ന ഏറ്റവും പ്രയോജനം കോൺക്രീറ്റ് പാളികൾ മുഴുവൻ മാറ്റി JCB ഉപയോഗിച്ച് പരിശോധന നടത്തേണ്ട ഒരു സാഹചര്യത്തിൽ ഇത്തരം റഡാർ ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ കൃത്യമായ ഒരു സിഗ്നൽ സാധിക്കും. പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്ന തുടരും. അതുമായി ബന്ധപ്പെട്ട സേന തന്നെ അതിന്റെ അവസാന തീരുമാനമെടുക്കേണ്ടത്. ആ ഉദ്യോഗസ്ഥർ ആ കാര്യത്തിൽ തുടരുമെന്നാണ് അദ്ദേഹത്തിനെ അറിയിച്ചിട്ടുണ്ടെന്നുള്ള നിർണായക വിവരവുമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അതുതന്നെയാണ് നമുക്കും ഇപ്പോൾ പ്രേക്ഷകർക്ക് ലഭിക്കാൻ തയ്യാറാൻ സാധ്യത. ഇപ്പോൾ അദ്ദേഹം സാധ്യതകൾ പങ്കുവെക്കുന്നത്, ഈ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് ഈ പ്രദേശവാസികൾ അനുസരിച്ചെങ്കിൽ അടുക്കള ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തായിരിക്കാം എന്ന ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ലഭിക്കുന്ന ഏറ്റവും നിർണായകമായ വിവരം പരിശോധന. തീർച്ചയായും സുജുട്ടി ബാബു, തീർച്ചയായും. കാരണം ആ പിൻ പോയിന്റ് ചെയ്ത് ആ മനുഷ്യനെ, അവിടെയുള്ള മനുഷ്യർ ആരൊക്കെയാണോ അതൊക്കെ
കൃത്യമാക്കി തന്നെ അവിടെ മാത്രം ഫോക്കസ് ചെയ്ത് അവരെ എടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 50 മീറ്റർ റേഡിയസ്, അതായത് 50 മീറ്റർ ചുറ്റളവിൽ ഇതിൻ്റെ സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട്. അത് ഫോക്കസ് ചെയ്ത് കൃത്യമായി ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ശ്വാസോച്ഛ്വാസമാണ്. അതിനുള്ള ബ്ലൂ സിഗ്നലാണ് ആ റഷ്യൻ നിർമ്മിത ഉപകരണം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അവിടം കേന്ദ്രീകരിച്ച് ഇനി എവിടെയാണ് ആ മനുഷ്യനുള്ളത് എന്ന് കൃത്യമായി ശരീരം ഐഡൻറ്റിഫൈ ചെയ്ത് തന്നെ അവിടേക്ക് തെരച്ചിൽ നടത്താനാകും. അതിനുള്ള ശ്രമമാണ് ഇനി നടത്തുന്നതെന്ന് എന്ന വലിയ ആശ്വാസം, ഈ ദുഃഖത്തിനിടയിലുള്ള വലിയ ആശ്വാസത്തിൻ്റെ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മുണ്ടക്കൈയിൽ നിന്നും. സുജൂട്ടി ബാബു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പട്ടിയോ പശുവോ? തീർച്ചയായിട്ടും ഇതെന്താ അജിംഷാ, നമ്മളിത് ഈ പ്രതീക്ഷ പങ്കുവെക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് പറയുമ്പോൾ ഇത് ഒരു ജീവന്റെ തുടിപ്പ് എന്ന നിഗമനമാണുള്ളത്. ആ ജീവന്റെ തുടിപ്പ് മറ്റേതെങ്കിലും മൃഗങ്ങളാണോ അല്ലെങ്കിൽ ചെറിയ ജീവികളാണോ എന്ന സംശയമുണ്ട്. പ്രതീക്ഷ കൈവിടുന്നില്ല. ആ ആഗ്രഹം, അതായത് ഒരു മനുഷ്യജീവൻ തന്നെയാകട്ടെ എന്ന ആഗ്രഹമാണ് ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നതാണ്. ആ പ്രതീക്ഷയാണ് ഇപ്പോൾ ആ ഉദ്യോഗസ്ഥനും പങ്കുവെച്ചത്. ഇത് സൈന്യം സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഇത്തരം ദുരിത മേഖലയിലും ഉപയോഗിക്കുന്ന ഉപകരണം തന്നെയാണ്. അതിൽ കണ്ടെത്തിയിരിക്കുന്നത് ആ ഒരു ചുറ്റളവിനിടയിൽ ഒരു ജീവന്റെ തുടിപ്പ് ഉണ്ടെന്ന് തന്നെ കൃത്യതയോടെ. ഈ കാര്യത്തിൽ നമുക്കാദ്യം സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെർട്ട്, അദ്ദേഹം ആരാണെന്ന് നമുക്ക് ചോദിക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഗൽഭ്യമുള്ള വ്യക്തി തന്നെയാണ് ഈ വിവരങ്ങൾ കൈമാറിയത്. ആ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം പങ്കുവച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടെ ആദ്യം ഒരു ആശങ്ക ഉയർന്നത് ഈ തീർച്ചയായിട്ടും അജിംഷ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ആദ്യം നമ്മൾ JCB ഉപയോഗിച്ച് വന്നപ്പോൾ പരിശോധന നടത്തിയ സ്ഥലത്തു നിന്ന് ഇച്ചിരൂടെ മാറി, അതായത് ഈ സ്ഥലത്ത് ഇവിടെ താമസിച്ചിരുന്ന വ്യക്തികളിലൂടെ രക്ഷപ്പെട്ട് ഒരാളുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിനുള്ള പ്രതികരണം ആരായുന്നത് ഒരുപക്ഷെ ശരിയാകത്തോണ്ടാണ് നമ്മൾ അദ്ദേഹത്തിനോട് സംസാരിക്കാത്തത്. അദ്ദേഹത്തിന് ഇവിടെ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തിൽ നിന്നുള്ള വിവരങ്ങൾ കൂടെ ആരാഞ്ഞ ശേഷമാണ് ഇപ്പോൾ രക്ഷാ ദൗത്യം പുനരാരംഭിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ NDRF-ഉം സേനയുമാണ് ഈ മേഖലയിൽ തിരച്ചിൽ നടത്തിയെങ്കിൽ ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ ഈ സ്ഥലം കൃത്യമായി അറിയാവുന്ന ആളുകളും അവരും രക്ഷാദൗത്യത്തിൽ പങ്കാളികളാകുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ആദ്യം തിരച്ചിൽ നടത്തിയവിടെ നിന്ന് ഒരു 10 മീറ്റർ അകലെ ഒരു സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തുന്ന. എന്തായാലും ഈ ദൗത്യം അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അത് തന്നെയാണ് ആ സ്ഥലം കേന്ദ്രീകരിച്ച് തന്നെ അതിൻ്റെ അടുത്ത സ്ഥലം MLA ഉൾപ്പെടെയുള്ള ആളുകൾ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 12 വീടുകൾ ഈ സ്ഥലത്തുണ്ടായിരുന്നു. ആ സ്ഥലമാണ് ഇപ്പോൾ ഏതാണ്ട് നമുക്ക് ഒരു പുഴ വറ്റിയ ഒരുപോലെ തോന്നുന്ന തരത്തിലുള്ള ഒരു സ്ഥലം. കോൺക്രീറ്റ് കുന്നുകൾ, വലിയ പാറ, അവിടെയാണ് ഇപ്പോൾ പരിശോധന ശക്തമായി തുടരുന്നത്. ഏറ്റവും നിർണായകമായ പരിശോധനയാണ്. കാരണം 3-ാം നാളാണ്, 3 ദിവസം പിന്നിടുന്നു. അത്തരം ഒരു സാഹചര്യത്തിലാണ് റഡാർ എന്ന ശാസ്ത്രീയ പരിശോധനയിൽ ഒരു ജീവന്റെ തുടിപ്പ് കണ്ടെത്തുന്നത്. വളരെ അതായത് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്ന സ്ഥലം സുജൂട്ടി ബാബു, ഇപ്പോൾ തിരച്ചിൽ നടത്തുന്ന സ്ഥലം നമ്മൾ അല്പം മുമ്പ് ഈ തുടിപ്പ് കണ്ടെത്തിയ അടുക്കളയുടെ ഭാഗം എന്ന് കണ്ടെത്തിയ സ്ഥലത്താണോ അതിൽ നിന്ന് കുറച്ച് മാറിയാണെന്ന് പറഞ്ഞു? അതേ കെട്ടിടത്തിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്താണല്ലേ? കാരണം ഏത് നിമിഷവും ഇനിയുള്ള ഓരോ സെക്കൻഡും നിർണായകമാണ്. ആ കാഴ്ച എടുക്കാതെ നമുക്ക് ഇതിൽ തുടരാം. തീർച്ചയായിട്ടും അജിംഷാദ്, വളരെ നിർണായകമാണ്. ആ കെട്ടിടത്തിന്റെ സമീപത്ത് തന്നെയാണ്. നമുക്കറിയാം ഈ വളരെ ശക്തിയായിട്ടാണ് ഈ മലവെള്ള എത്തുന്നത്. ഈ ഉരുൾപൊട്ടുമ്പോൾ അതിനെ തുടർന്നാണ് ഇത്രയധികം ഇത് പോകുന്നത്. നമുക്കറിയാം ഈ ഒരു മൃതദേഹം കണ്ടെത്തിയത് ഈ വയനാട് ജില്ലയിൽ നിന്ന് മാറി വളരെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കണ്ടെത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയധികം ആളുകളെയും മനുഷ്യനെയും കെട്ടിടങ്ങളെയൊക്കെ തന്നെ മീറ്ററുകളും കിലോമീറ്ററുകളൊക്കെ തന്നെ അതിനെ എത്തിക്കുന്ന തരത്തിലുള്ള ശക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആദ്യം നടന്ന ആ നമ്മൾ JCB ഉപയോഗിച്ച് പരിശോധന കണ്ട ആ സ്ഥലത്തു നിന്ന് ഇതെല്ലാം തന്നെ ഇപ്പോൾ നടത്തുന്ന പരിശോധനയെല്ലാം തന്നെ ഒരു 50 മീറ്റർ ചുറ്റളവിൽ തന്നെയാണ് പരിശോധന പുരോഗമിക്കുന്നത്. നമ്മൾ പ്രതീക്ഷ പങ്കുവെക്കുന്നത് നമ്മളോട് ഇപ്പം വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രാഗൽഭ്യമുള്ള ആൾ പങ്കുവെച്ചത്, അതിൻ്റെ ഡീറ്റെയിൽസ് വിവരങ്ങൾ നമ്മളോട് പങ്കുവെച്ച ആൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഈ പരിശോധന പുരോഗമിക്കുന്നു എന്നത് ആശ്വാസകരമായ വാർത്തയാണ്. സേന പരിശോധന നടത്തിയൊന്ന് മാറി അവർ ഇതുമായി ബന്ധപ്പെട്ട് അവർ ഒരു മീറ്റിംഗ് പോലെ തന്നെ അവർ കാര്യങ്ങൾ ആശയവിനിമയം നടത്തുന്നു.
ഉന്നത ഉദ്യോഗസ്ഥർ. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും തിരച്ചിൽ ഇവിടെ പുനരാരംഭിച്ചിരിക്കുന്നത്. സുജൂട്ടി ബാബു, ഇത് ഒരു അടുക്കള ഭാഗമാണ്, ഇതൊരു അടുക്കള ഭാഗമാണ്. തീർച്ചയായും ഇപ്പോൾ നമുക്ക് കാണാം, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു കെട്ടിടത്തിന് മുകളിലേക്ക് ഒന്നാകെ ചളിയും വെള്ളവും വന്ന് മറിഞ്ഞ് ആ കെട്ടിടം ഒന്നാകെ ഇരുത്തിയിരിക്കുകയാണ്, താഴേക്ക് ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി അതിനുള്ളിൽ ഒരു ബങ്കർ പോലെ വായുവിൻ്റെ അറ രൂപപ്പെടും. കാരണം ഈ കെട്ടിടമുള്ളത് കൊണ്ട്, അതിൻ്റെ വാർപ്പുള്ളത് കൊണ്ട്. അതൊരു അടുക്കള ഭാഗമാണ്, ഒരു സ്റ്റോർ റൂമിനോട് ചേർന്ന ഭാഗമാണ്. ഇതാണ് നേരത്തെ ഇത് വിശദീകരിച്ച ശിവ എന്ന ഉദ്യോഗസ്ഥൻ പങ്കുവച്ചത്. അവിടുത്തെ നാട്ടുകാർ പറയുന്നത് എന്താണ്? ഇത് ആരുടെ വീടാണ്? ഏകദേശം ഒരു പക്ഷേ സ്ഥലകാലങ്ങൾ അറിയാൻ പറ്റുന്ന ചില ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. അവർ പറയുന്നത് ആരുടെ വീടാണ്, ഏത് ഭാഗമാണ് വീടിൻ്റെ? അടുക്കളയാണോ? അതിൽ ആ വീട്ടിൽ നിന്ന് എത്ര പേരാണ് ഇപ്പോൾ രക്ഷപ്പെട്ടിട്ടുള്ളത്? ഇനി ആരൊക്കെയാണുള്ളത്? ഇങ്ങനെ അറിയാവുന്ന കൊച്ചു കൊച്ചു വിവരങ്ങൾ. ഈ ഘട്ടത്തിൽ പരിമിതി ഉണ്ടെന്നറിയാം, എങ്കിൽ പോലും സുജൂട്ടി ബാബു. അജിംഷാദ്, ഇവിടെ നിന്ന് അധികം ആളുകൾ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന വിവരവും നാട്ടുകാർ പറയുന്നുണ്ട്. നമ്മൾക്ക് അങ്ങനെ പറയുവാൻ സാധ്യമല്ല. എന്നാൽ പോലും ഇതും ഈ സ്ഥലത്ത് കഴിഞ്ഞ ആളുകൾ ഇപ്പോൾ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു പച്ച വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയിരുന്നത്. അല്പം സമയം മുമ്പ് നമ്മുടെ ദൃശ്യങ്ങളിലും അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അഭിപ്രായം ആരാഞ്ഞ ശേഷമാണ് ഇത്തരം ഒരു പരിശോധന ഇപ്പോൾ രക്ഷാ പ്രവർത്തകർ നടത്തുന്നത്. അത് സേന സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ സമീപത്തുണ്ട്. സേനയുടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ രക്ഷാ ദൗത്യം പുരോഗമിക്കുന്നത്. ഇപ്പോഴും ആളുകൾ ഇവിടെ നിൽപ്പുണ്ട്. ഈ കാലാവസ്ഥ എന്തായാലും ഈ സാഹചര്യത്തിൽ പറയേണ്ടതായിട്ടൊരു കാര്യമാണ്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ മുണ്ടക്കൈ പ്രദേശത്തുള്ളത്. മുണ്ടക്കൈ ബസ് സ്റ്റോപ്പിൻ്റെ സമീപത്താണ് ഈ വീടുള്ളത്. ഈ വീടിൻ്റെ പിൻഭാഗത്താണ് ഒരു ഇരുനില കെട്ടിടമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിൻ്റെ പിൻഭാഗത്താണ് ഈ ഒരു അപകടം സംഭവിച്ചു. ഈ കാര്യങ്ങളൊക്കെ തന്നെ സംഭവിച്ചിരിക്കുന്നു. വലിയ ദുരിതം. അത് ഒരു വീടല്ല എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറേയധികം വീടുകൾ, ഒരു പക്ഷേ ഒരു 12 വീടുകൾ എന്നൊക്കെയാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ആ വിവരങ്ങളും ശരിയാകാൻ തന്നെയാണ് സാധ്യത. അവരിപ്പോഴും ഈ പരിശോധന തുടരുന്നത് ഈ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ്. ഈ 12 വീടുകളുണ്ടെങ്കിൽ നിരവധി ആളുകൾ, ഇപ്പോഴും നിരവധി ആളുകളെ കാണാതെ ഉണ്ട് തന്നെയാണ് സർക്കാരും ഔദ്യോഗിക കൃത്യമായ ഒരു കണക്ക് ഒക്കെ ലഭ്യമാകണമെങ്കിൽ ഇനിയും ദിവസങ്ങളെടുക്കും. കാരണം പല ആളുകളും വിവിധ ക്യാമ്പുകളിലാണ്. ഇവിടെ നിന്ന് ഉള്ള പ്രാദേശികമായി താമസിച്ച ആളുകളിൽ നിന്നൊക്കെ തന്നെ കൃത്യമായ കണക്കുകൾ ശേഖരിച്ച ശേഷം മാത്രമേ ഇവിടെ ആരൊക്കെ എവിടെയൊക്കെയാണ് എന്ന കാര്യങ്ങൾ, അതായത് ആരെങ്കിലുമൊക്കെ ഈ അപകടം നടക്കുമ്പോൾ ബന്ധുവീട്ടുകളിലേക്ക് പോയിട്ടുണ്ടോ, ഈ സ്ഥലത്തുണ്ടായിരുന്നോ എന്ന കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരണമെങ്കിൽ അത് ദിവസങ്ങൾ ഒരുപക്ഷെ എടുക്കുമായിരിക്കാം. എന്തായാലും ഇപ്പോൾ പ്രദേശവാസികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഒരു 12 വീടുകൾ ഈ മുണ്ടക്കൈ ബസ് സ്റ്റോപ്പിന്റെ ഒരു പള്ളിയുടെ സമീപത്തുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഈ കാണുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ കല്ലുകൾ, വലിയ പാറക്കല്ലുകൾ, ചില വീടിന്റെ അടിത്തറകൾ, ആ വീട് പൂർണ്ണമായി പൊളിഞ്ഞു പോയിരിക്കുന്നത്, ഭാഗികമായി തകർന്നിരിക്കുന്നത്. പക്ഷേ അതായത് സുജൂട്ടി ബാബു, നേരത്തെ നമ്മൾ കണ്ടിരുന്നത് ഒരു വീടിന്റെ ഏകദേശം മുകൾ ഭാഗത്തായിരുന്നു ആ സിഗ്നലുകൾ കണ്ട് പരിധിയിരുന്നത്. ഏകദേശം ഒരു വീടിന്റെ ഒരു മുകൾ ഭാഗമാണെന്ന് തോന്നിപ്പിക്കുന്ന സ്ഥലത്തായിരുന്നു. പക്ഷെ ഇപ്പോൾ നാം ഏതാണ്ട് താഴ്ഭാഗത്തുള്ള ഒരു അറ പോലെയുള്ള വാർപ്പിന്റെ ഭാഗമാണ് നോക്കുന്നത്. ഇതാണോ സ്റ്റോർ റൂമാണോ, ഇതാണോ അടുക്കള എന്ന് പറഞ്ഞത്? അജിംഷാദ്, ഇപ്പോൾ പരിശോധന നടത്തുന്ന ആദ്യം നടത്തുന്ന ഒരു 10 മീറ്ററെങ്കിലും മാറി ഉള്ള സ്ഥലത്താണ് ഈ പരിശോധന പുരോഗമിക്കുന്നത്. അതിന്റെ ഒരു കാരണം ഇപ്പോൾ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട അദ്ദേഹം റഡാർ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളോട് വിശദീകരിച്ചത്. ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇത് റഡാർ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ കൃത്യമായി അദ്ദേഹം മാധ്യമങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന്റെ തെരച്ചിൽ ഇപ്പോൾ ഏത് തരത്തിലാണ്, അത് സേനാ ഉദ്യോഗസ്ഥർ അവർ മീറ്റിംഗ് കൂടും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അവർ ഒരു പർട്ടിക്കുലർ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് തന്നെയാണ് JCB ഉപയോഗിച്ച് പരിശോധന നടത്തിയെടുത്ത് ആളുകൾ സേന തന്നെ ഇറങ്ങി നിന്നുകൊണ്ട് നടത്തുന്ന ശ്വാസത്തിന്റെ സിഗ്നൽ കണ്ട സ്ഥലത്തേക്ക് ഇതുവഴി സുരക്ഷിതമായി എത്താം എന്ന് പ്രതീക്ഷിച്ചിട്ടാണോ ഈ ഭാഗം പരുതുന്നത്? അതോ ഈ സിഗ്നലുകൾ ഇവിടെ കൂടി ലഭിച്ചിട്ടുണ്ടാണോ ഇവിടെ പരുതുന്നത്, ഈ ശ്വാസത്തിന്റെ നീല സിഗ്നൽ?
അജിംഷാദ് സൂചിപ്പിച്ച പോലെ ഇപ്പോൾ പരിശോധന നടത്തുന്ന ഒരു കേന്ദ്രം എന്ന് പറയുന്നത് ഒരു ആളുകൾ ഒരുപക്ഷെ തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ് പരിശോധന നടത്തുന്നത്. അത് പാലമായിരുന്നോ ഒന്നും നമുക്കറിയില്ല. ഒരു കോൺക്രീറ്റിന്റെ ഒരു ജലം കോൺക്രീറ്റ് കാണാം. അവിടെ ജലം ഒലിച്ചു വരുന്നൊരു സ്ഥലമാണ്. അതിനിടയിലാണ് ഇപ്പോൾ സുരക്ഷ സന്നദ്ധ പ്രവർത്തകർ JCB കൊണ്ട് മണ്ണ് മാറ്റിയ ശേഷം അവിടെ പരിശോധന നടത്തുന്നത്. ഇതിപ്പോൾ സന്നദ്ധ പ്രവർത്തകരെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. വടം ഉപയോഗിച്ചുകൊണ്ട് കെട്ടിയ ശേഷം ഒരുപക്ഷെ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം മണ്ണ് മാറ്റി പരിശോധന നടത്തുന്ന ഇപ്പോൾ നിൽക്കുന്ന ചില സന്നദ്ധ പ്രവർത്തകരാണ് അവിടെ JCB ഉപയോഗിച്ച് പരിശോധന നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. എന്തായാലും ഇപ്പോൾ NDRFന്റെ സേനാ ഭാഗങ്ങളും സൈന്യമൊക്കെ തന്നെ സമീപത്തുണ്ട്. അവർ ഈ ആളുകളെ ഇപ്പോൾ ഒഴിപ്പിക്കുന്നുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് അതിനെ പറ്റിയും നമുക്ക് വിവരങ്ങൾ തടസ്സമായിരിക്കാം. അത് മാത്രമല്ല, മുകൾ ഭാഗത്ത് രക്ഷയായി നിന്നിരുന്ന, ഇപ്പോൾ സുജൂട്ടി ബാബു കാണിക്കുന്ന ദൃശ്യമനുസരിച്ച് രക്ഷയായി നിന്നിരുന്ന ആ മുകൾ ഭാഗത്തെ വാർപ്പ് പൊളിച്ചു മാറ്റാനാകാം, അതിനുള്ള ശ്രമമാകാം. JCB ഉപയോഗിച്ച് അതിനുള്ളിലെ മണ്ണ് ഇപ്പോൾ പ്രാഥമികമായി രക്ഷാപ്രവർത്തകർ നടത്തിയ കൈകൊണ്ടുള്ള പ്രവൃത്തികൾക്കപ്പുറത്തേക്ക് കൂടുതൽ സമഗ്രമായി ഇങ്ങനെ മണ്ണുമാന്തി ഉപയോഗിച്ച് JCB ഉപയോഗിച്ചുള്ള മണ്ണ് മാറ്റാനാകാം. അതിനായിരിക്കാം അവിടെ നിന്നും ആളിനെ ഒരുപക്ഷെ മാറ്റിയത്. സൈന്യത്തിന്റെ നിർദ്ദേശമായിരിക്കാം ഒരുപക്ഷെ. അങ്ങനെയാണ് കാണുമ്പോൾ തോന്നുന്നത്. സുജൂട്ടി ബാബു, തീർച്ചയായിട്ടും ഇതിപ്പോൾ JCB ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു വെള്ളത്തിൻ്റെ ഒഴുക്ക് അവിടെ സുഗമമാക്കുകയെ കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ തിരച്ചിൽ പ്രവൃത്തി കൂടുതൽ കുറച്ചുകൂടി പ്രയോജനകരമാവുന്ന തരത്തിൽ പരിശോധന നടത്താൻ സാധ്യതയുണ്ടാകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ തെരച്ചിൽ പുരോഗമിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കുക. നമുക്കറിയാം ഇത്തരം രക്ഷാദൗത്യത്തിൽ അത്തരം സാധ്യതകളിലൂടെ ആരായും. കാരണം വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കി കഴിഞ്ഞാൽ മറ്റ് മൂടിക്കിടക്കുന്ന മണ്ണിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെ മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ആ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ JCB ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. സേനാ ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് JCB ഓപ്പറേറ്റർ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യുന്ന അവിടുത്തെ ചെളി നിറഞ്ഞ മണ്ണ് അവിടുന്ന് മാറ്റി ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ സാധ്യതകൾ അവിടെ തെളിഞ്ഞു വരികയാണ്. അത്തരം സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നത്. എന്തായാലും ആദ്യം ഈ സേനാ ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്തിയ ഭാഗത്തുനിന്ന് അത് അവസാനം മാറി മറ്റൊരു ഭാഗത്താണ് ഈ തിരച്ചിൽ നടത്തുന്നത്. ആ ഉദ്യോഗസ്ഥൻ കൃത്യമായി അത്തരം കാര്യങ്ങൾ പങ്കുവെച്ച ശേഷം എന്തുകൊണ്ടാണ് മറ്റൊരു ഭാഗത്തേക്ക് തിരച്ചിൽ നടത്തുന്നത്, അല്ലെങ്കിൽ ആദ്യം ഈ റഡാർ സിഗ്നൽ കണ്ടുവെന്ന് നമ്മൾ കരുതിയെടുത്തുനിന്ന് മാറി തിരച്ചിൽ നടത്തുന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അത് ഉദ്യോഗസ്ഥർ തന്നെ ഒരുപക്ഷെ മാധ്യമങ്ങളുമായി അല്പസമയത്തിനുള്ളിൽ തന്നെ പങ്കുവെക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്പോൾ ഈ ഒരു തെരച്ചിൽ ശക്തമായി തന്നെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ് ആ തിരച്ചിൽ പുരോഗമിക്കുന്നത്. ആദ്യം റഡാർ സിഗ്നൽ കണ്ടുവെന്ന് കരുതിയെടുത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ മാത്രമാണ്, അല്ലെങ്കിൽ NDRFും സൈന്യവും മാത്രമാണ് തെരച്ചിൽ നടത്തിയെങ്കിൽ ഇപ്പോൾ ഈ തെരച്ചിൽ നടത്തുന്ന സ്ഥലത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരും ഇതിൽ പങ്കാളികളാകുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു വലിയ പ്രതീക്ഷ അല്പസമയം മുമ്പ് നമുക്ക് കൈവന്നിരുന്നു. അത് അസ്തമിച്ചോ എന്ന ഒരു കാര്യം ഇപ്പോൾ നമുക്ക് പറയുവാൻ സാധ്യമല്ല. എന്തായാലും ഇപ്പോഴും ഈ തെരച്ചിൽ പുരോഗമിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്ന വളരെ ഒരു സമയം ഇരുട്ടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്നിരുന്നാൽ പോലും മഴ മാറി നിൽക്കുന്നത് പ്രതീക്ഷ നൽകുന്ന, അല്ലെങ്കിൽ രക്ഷാദൗത്യത്തിന് സഹായകരമായ സ്ഥലമാണ്.